ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ 1991 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ഇന്ത്യ മേ ബി റെസ്ട്രിക്റ്റഡ്. അറിയാം, റൈറ്റ് ടു സ്പീഡം അല്ലെ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇഫ് ദ ഫ്രീഡം ഇസ് യൂസ്ഡ് ടു, എന്തിനു വേണ്ടി യൂസ് ചെയ്താൽ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇൻസൈറ്റ് പീപ്പിൾ ടു വയലൻസ്. ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും, നിയന്ത്രണങ്ങൾ വന്നിരിക്കും, നിയന്ത്രിച്ചിരിക്കും. അതായത് ആൾക്കാരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും, നിയന്ത്രിച്ചിരിക്കും. ഓക്കെ, which of the following deals with which does article 78 of the constitution deal with? ആർട്ടിക്കിൾ 78 ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, only 2 ആണ് വരുന്നത്, only 2. എന്താണ് വരുന്നത്? ആർട്ടിക്കിൾ 78 എന്താ പറയുന്നത്? ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്യൂട്ടി റിഗാർഡിംഗ് കീപ്പിംഗ് ദ പ്രസിഡന്റ് ഇൻഫോംഡ് അബൌട്ട് ദ ഗവൺമെന്റ്സ് ഡിസിഷൻസ്, പോളിസീസ് ആൻഡ് ആക്ഷൻസ്. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, ഡിസിഷൻസ്, പോളിസീസ്, ആക്ഷൻസ് ഇതെല്ലാം പ്രസിഡന്റിനെ ഇൻഫോം ചെയ്തത് ആര്? പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്യൂട്ടി റിഗാർഡിംഗ് കീപ്പിംഗ് ദ പ്രസിഡന്റ് ഇൻഫോംഡ് അബൌട്ട് ദ ഗവൺമെന്റ്സ് ഡിസിഷൻസ്, പോളിസീസ് ആൻഡ് ആക്ഷൻസ്. അപ്പൊ ഓർത്തിരിക്കുക ആർട്ടിക്കിൾ 78. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 78 ഓർത്തിരിക്കുക. Article 78 of the Constitution of India defines the duties of the Prime Minister in relation to providing information to the President. Presidentine informations, പോളിസീസും ഡിസിഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിനകത്ത് ഇത് നമുക്കറിയാം 1990 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോ ഇതിനകത്ത് എന്താണ്, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജൂറിസ്ഡിക്ഷൻ റിഗാർഡിംഗ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് റെസ്റ്റ് വിത്ത് ചീഫ് മിനിസ്റ്റർ വിത്ത് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. എന്താണ്? തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ സംബന്ധിച്ച അധികാര പരിധി ആർക്കാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ്. ജൂറിസ്ഡിക്ഷൻ അധികാര പരിധി അല്ലെ, റിഗാർഡിംഗ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് റെസ്റ്റ് വിത്ത് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ സംബന്ധിച്ച അധികാര പരിധി ആർക്കാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ്, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, ഇൻ ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഗീവൻ റെക്കഗ്നിഷൻ ബൈ. നമുക്കറിയാം ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. The appointment of the judges of the Supreme Court is done by. സുപ്രീം കോടതിയിലെ ജഡ്ജസ്, ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജസ്, അതിന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ പ്രസിഡന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടന്റ് ആട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? The appointment of judges of the Supreme Court is done by the President of India. ജഡ്ജസ് ആയാലും ചീഫ് ജസ്റ്റിസ് ആയാലും അതിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 124 പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ്. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 124 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആഫ്റ്റർ കൺസൾട്ടിംഗ് വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് പ്രസിഡന്റ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 124 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ആർ ഡീംഡ് നെസസറി. ആവശ്യമെങ്കിൽ അവരിൽ നിന്നും ഒരു കൺസൾട്ടേഷൻ ചോദിക്കുക. ആർട്ടിക്കിൾ 124 ആണ്, ഓർത്തിരിക്കുക. ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following can be prorogued but cannot be dissolved? നമ്മൾ കണ്ടതാണ്. പ്രൊറോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്തിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. പക്ഷെ അത് ഒരിക്കലും ഡിസോൾവ് ചെയ്യാൻ, പിരിച്ചുവിടാനായിട്ട്
പറ്റത്തില്ല. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജ്യസഭയാണ് അല്ലെ. രാജ്യസഭ ഒരിക്കലും നമുക്ക് പിരിച്ചുവിടാനായിട്ട് പറ്റത്തില്ല. To elect the President of India, which one of the following election procedure is used? ഇതിനകത്ത് ഏത് election procedure ആണ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്? സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ representation by means of a single transferable vote. ഇമ്പോർട്ടന്റ് ആട്ടോ. പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സും സംസ്ഥാന നിയമസഭകളെയും കാശ്മീരും അതുപോലെ ഡൽഹിയും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ഓർത്തിരിക്കുക. പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് രാജസ്ഥാനിലും പിന്നെ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ്. ഇമ്പോർട്ടന്റ് ആണ്. സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം രാജസ്ഥാനും പിന്നെ ആന്ധ്രാപ്രദേശുമാണ് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. UPSC തന്നെ PYQ ആയിട്ട് ചോദിച്ചതാണ്. വർഷം ഏതാണ്? വർഷം 1959 വർഷം. ഓക്കെ. ഹോൾഡിംഗ് ഓഫ് ഇലക്ഷൻ ഫോർ ദ പഞ്ചായത്ത് ഇസ് ഡിസൈഡഡ് ബൈ, അതായത് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ അല്ല കേട്ടോ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 102ന്റെ ആൻസർ സി ആണ്. ഹോൾഡ് ചെയ്യുന്നത്, അതായത് പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കൺഫ്യൂഷൻ ആയി പോകരുത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന ആൻസറിലേക്ക് പോകരുത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ 8th ഫിനാൻസ് കമ്മീഷൻ, അതായത് ഇത് 1991 ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 8th ഫിനാൻസ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് to suggest the basis of distribution of income tax, excise duties and levy duties proceeds between various states. ടാക്സ് ഒക്കെ സ്റ്റേറ്റ്സിന് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. നമുക്ക് അറിയാം. ഇനി 16ാമത്തെയാണ് വരാൻ പോകുന്നത് അല്ലെ, 16th ഫിനാൻസ് കമ്മീഷൻ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മൾ ചോദിച്ചതാണ്, PYQ ആയിട്ട് തന്നെ ചോദിച്ചതാണ് അല്ലെ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? The 16th Finance Commission of India was established to recommend how to share tax revenue between the union government and the states. ടാക്സ് റവന്യൂ, ടാക്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഇൻകം അതെങ്ങനെ യൂണിയൻ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഷെയർ ചെയ്യാം. The Commission's recommendations will apply to the 5-year period starting April 1st, 2026. 2026 ഏപ്രിൽ 1 തൊട്ടാണ് 16ാം ധനകാര്യ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. എക്സാമിന് LDCക്ക് ചോദിക്കുകയും ചെയ്തു. PYQ ആണത്. പിന്നെ അതുപോലെ തന്നെ അവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റബിൾ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, റിസോഴ്സസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഗ്രാൻസ് ഇൻ എയ്ഡ് പ്രിൻസിപ്പിൾസ്, സ്ട്രെങ്തനിങ് ലോക്കൽ ഗവേണൻസിന്റെ സ്ട്രെങ്തൻ ശക്തിപ്പെടുത്തുന്ന, അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഫോക്കസസ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫിനാൻസിങ് ആൻഡ് അർബനൈസേഷൻ ചാലഞ്ചസ്. നഗരവൽക്കരണത്തിന്റെ ചാലഞ്ചസ്, വെല്ലുവിളികളും ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരിതവുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ്, അതിന്റെ ഫിനാൻസിങ്ങും, കാരണം ഡിസാസ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് കാരണം UPSC ചോദിച്ചതാണ് ഫിനാൻസ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് 1991 ഒന്ന് ഓർത്തിരിക്കുക. ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. April 1st, 2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക, ഡേറ്റും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 1991 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം പല ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമ്മുടെ PSC ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ എഴുതുന്നവർ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.